ലോകത്ത് ആര് എന്ത് വസ്തു നിർമ്മിച്ചാലും അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയേണ്ടത് അതിന്റെ നിർമ്മാതാവാണ്. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് ഒരു മരുന്ന് വാങ്ങിയാൽ ആ മരുന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണോ, അതോ അലമാരയിൽ സൂക്ഷിക്കണോ, അതോ വെയിലത്ത് വെച്ച് ഉപയോഗിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ആ മരുന്ന് നിർമ്മിച്ച വ്യക്തി നമുക്ക് പറഞ്ഞു തരുന്ന വിവരമനുസരിച്ചാണ് അത് ചെയ്യേണ്ടത്. നമ്മുടെ വീട്ടിലേക്ക് ഒരു റെഫ്രിജറേറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഷീനോ നമ്മൾ വാങ്ങിയാൽ അതിന് ഇത്ര വോൾട്ട് കറണ്ടാണ് കൊടുക്കേണ്ടത്, അതിലധികം കൊടുത്താൽ അത് കേട് വന്നു പോകും, അത് ഷോർട്ടായി പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അനുവദിച്ച വൈദ്യുതി അതിന് നൽകാൻ പാടുള്ളൂ. അങ്ങനത്തെ അഡാപ്റ്റർ വെച്ചിട്ട് വേണം അതിന് വൈദ്യുതോർജം നൽകാൻ. ഇങ്ങനെ ഒരു സൃഷ്ടിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നിർമ്മിച്ചയാളാണ് അതിന്റെ തീരുമാനങ്ങൾ, അതെങ്ങനെ ഉപയോഗിക്കണം, അതിന്റെ കാറ്റലോഗ് പ്രസിദ്ധീകരിക്കണം. ഏതൊരു വസ്തു വാങ്ങുമ്പോഴും നമ്മൾ അതിന്റെ കാറ്റലോഗ് ഒന്ന് വായിച്ചു ഇതെങ്ങനെ ഉപയോഗിക്കണം എന്ന്. ലോകം പടച്ച റബ്ബ് നമുക്ക് തന്ന കാറ്റലോഗാണ് പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ പറഞ്ഞ നിയമങ്ങൾ തിരുത്തേണ്ടി വരികയോ അത് കറക്ഷൻ ചെയ്യേണ്ടി വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് അതൊന്ന് മോശമായി പോയി എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമോ ഉണ്ടാവില്ല എന്ന് മനസ്സുകൊണ്ട് നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളുമ്പോഴാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഇസ്സത്തായി മാറും, അഭിമാനമായി മാറും. ഞാനിത് പറയാനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ഒരാഴ്ചയായി, കഴിഞ്ഞ ശനിയാഴ്ചയൊക്കെ ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും തിരക്ക് പിടിച്ച് ഓടിപ്പോയവർക്കൊക്കെ അറിയാം, ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർമാരില്ല. അത്യാഹിത വിഭാഗത്തിലും അർജന്റായുള്ള ഓപ്പറേഷനുകളും അല്ലാതെ ഒരു സംവിധാനത്തിനും ആളുണ്ടാകാത്ത ഒരു അവസ്ഥ കഴിഞ്ഞ ആഴ്ചയുണ്ടായി. എന്തായിരുന്നു അതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ, ഇന്ത്യ രാജ്യത്തിലെ ആരോഗ്യ പ്രവർത്തകർ മുഴുവൻ അവർ ഒരു സമരം ഏർപ്പെടുത്തുകയുണ്ടായി. എന്തിന്റെ പേരിലാണ്? കൊൽക്കത്തയിലെ PG ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ഡോക്ടർ വളരെ മൃഗീയമായ രൂപത്തിൽ ബലാത്സംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ട ഒരു വാർത്ത അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തെ പിടിച്ചുലക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മൾ കണ്ടത്. 36 മണിക്കൂറോളം ദീർഘമുള്ള തന്റെ ഡ്യൂട്ടി നിർവഹിച്ചിട്ട് ക്ഷീണിച്ച് ഒന്ന് കിടന്നുറങ്ങാൻ അടുത്ത് കണ്ട ഒരു കൗച്ചിലങ്ങ് ചെരിഞ്ഞ് കിടന്ന് സുഖമായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയെ ക്രൂരമായി മൃഗീയമായി അതിന്റെ FIR പോലും രേഖപ്പെടുത്താൻ പോലീസുകാർ കാണിച്ച അവധാനതയെ കുറിച്ച് സാമൂഹ്യ പ്രവർത്തകർ പറഞ്ഞത് വർഷങ്ങളോളം 30 വർഷത്തിലിപ്പുറം നാം കേട്ടതിൽ ഏറ്റവും വലിയ മൃഗീയമായ വേദനിപ്പിക്കുന്ന പൈശാചികമായ ഒരു പ്രവർത്തനമാണ് അവിടെ നടന്നത് എന്ന് അതിനെക്കുറിച്ച് വിലയിരുത്തപ്പെടുകയുണ്ടായി. സ്ത്രീകൾ, പെൺകുട്ടികൾ പലപ്പോഴും വേദനിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഒരിടത്ത് ഫെമിനിസത്തിന്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യവാദത്തിന്റെ ആളുകൾ മനോഹരമായി അവളെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന വാദമുഖങ്ങളിൽ പുരുഷനെ പോലെ തന്നെയാണ് സ്ത്രീയും സമൂഹത്തിൽ എന്ന ഒരു തുല്യതാവാദവുമായി കടന്നു വരാൻ. പുരുഷൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് സ്ത്രീയും. എത്ര വെട്ടിത്തരമായ ഒരു വാദമായിരിക്കും ഇത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? ഒളിമ്പിക്സ് കഴിഞ്ഞു പോയില്ലേ? ഒളിമ്പിക്സിൽ ഏതെങ്കിലും ഒരു മത്സരത്തിൽ ആണും പെണ്ണും ഒരേ വിഷയത്തിൽ ഒന്നിച്ച് മത്സരിച്ചത് നിങ്ങൾ കണ്ടോ? ലോങ് ജമ്പ് ആവട്ടെ, ഹൈ ജമ്പ് ആവട്ടെ, ഹർഡിൽ ത്രോ ആവട്ടെ, ഫുട്ബോൾ ആവട്ടെ, ക്രിക്കറ്റ് ആവട്ടെ, എന്റെ ആണും പെണ്ണും സംയുക്തമായി മത്സരിക്കാത്തത്? ആണുങ്ങളുടെ കായിക ശക്തി സ്ത്രീകൾക്ക് ലോകത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഇവിടെ ഫുട്ബോളിന് ടീം ഇടുമ്പോ ആണും പെണ്ണും സംയുക്തമായി ടീം ഇടട്ടെ, എന്തേ നടക്കാത്തത്? അത് നടക്കില്ല, അതെല്ലാവർക്കും അറിയാം. എന്നിട്ടും നമ്മൾ പറയാണ് ആണും പെണ്ണും ഒരുപോലെയാണ്. തെറ്റായ വാദല്ലേ അത്? ഖുർആൻ പറയാം, അല്ല, ആണും പെണ്ണും ഒരേപോലെയല്ല. ആണും പെണ്ണും ഒരുപോലെയല്ല. ഇത് ദീനിന് പറഞ്ഞ മാനദണ്ഡമാണ്. കാരണം സൃഷ്ടിച്ച പടച്ചോനറിയില്ലേ, അള്ളയല്ലേ ഇതിന്റെ കാറ്റലോഗ് എഴുതുന്നത്. അതുകൊണ്ട് അല്ലാഹു തആല സ്ത്രീയെ പടച്ച റബ്ബ് പറഞ്ഞു ആണിനും പെണ്ണിനും ഒരുപോലെ, നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴാണ് നമ്മൾ പറയുന്നത് അല്ല, അങ്ങനെയല്ല, ആണും പെണ്ണും ഒരേപോലെയാണ്. എത്ര എന്നിട്ട് അത് അപ്ലൈ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ പിന്തിരിപ്പൻ നയങ്ങളും സ്ത്രീയെ അകത്തിരുത്തുക എന്ന ആശയമൊക്കെ ലോകത്ത് കൊണ്ടുവന്നത് ഇസ്ലാം എന്ന മതമാണ് എന്ന് ആക്രോശിക്കുന്ന ചിലരുണ്ട്. അവര് ലോകത്തുള്ള സംസ്കാരങ്ങളെ പഠിക്കാത്തത് കൊണ്ടാണ്. സ്ത്രീയെ പിശാചി എന്ന് വിലയിരുത്തപ്പെട്ട
അറിയപ്പെടുന്ന പഴയ സംസ്കാരങ്ങൾ ലോകത്ത് നിലനിന്നിട്ടുണ്ടായിരുന്നു. പൈശാചികതയാണ് സ്ത്രീയിലുള്ളത് എന്ന് പറഞ്ഞ് വിലയിരുത്തപ്പെട്ട കാലം ഉണ്ടായിരുന്നു. ഇനി അതെല്ലാം പോട്ടെ, മറ്റ് സംസ്കാരങ്ങളൊക്കെ സ്ത്രീ അടയാളപ്പെടുത്തിയ പദം എന്താണ്? സംസ്കൃത ഭാഷയിൽ സ്ത്രീ എന്നതിന് പറയുന്ന പദം അന്തർജനം എന്നാണ്. അന്തർജനം, അകത്ത് ജീവിക്കുന്നവൾ ആണോ? ഇസ്ലാമിന്റെ ഭാഷയല്ല, ഇസ്ലാം പറഞ്ഞതല്ല. ഉറുദു ഭാഷയിൽ സ്ത്രീക്ക് പറയുന്ന പേരെന്താണ്? ഔറത്ത് എന്നാണ്. മർദോ ഔറത്ത്, ആണും പെണ്ണും എന്നതിന് ഉറുദു ഭാഷ പ്രയോഗിക്കുക മർദോ ഔറത്ത് എന്നാണ്. ഔറത്ത് എന്ന് പറഞ്ഞ സ്ത്രീ. സ്ത്രീ ഔറത്ത് എന്ന് പേരിട്ട് ഒരു ഭാഷ, ഒരു സംസ്കാരമാണ്. അതെന്റെ ലോകത്തുള്ളവരൊക്കെ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാണ്. അത് ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ പരിഹാരം. വഖർന ഫീ ബുയൂതികുന്ന, അനാവശ്യമായി നിങ്ങൾ വീടിന്റെ പുറത്തിറങ്ങരുത്. ഖുർആൻ പറഞ്ഞു സ്ത്രീയുടെ സുരക്ഷയ്ക്കുള്ള ഒന്നാമത്തെ വഴി വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. സ്ത്രീ സുരക്ഷ ലോകത്ത് നടപ്പിലാകണോ? ഒന്നാമത്തെ കാര്യം, അനാവശ്യമായി പെൺകുട്ടികൾ പുറം ലോകത്തേക്ക് ഇറങ്ങരുത്. അത് തന്നെയാണ് ഒന്നാമത്തെ വഴി. ഇനി ഒരു പെണ്ണിന് ഇറങ്ങേണ്ടി വന്നാലോ? വിശുദ്ധമായ ദീൻ രണ്ടാമത്തെ വഴി വെച്ചു. ലാ തുസാഫിറന്നൽ മർഅതു വഹദഹാ, ഒരു പെണ്ണ് ഏകയായി സഞ്ചരിക്കരുത്, ഒരു പെൺകുട്ടി ഒറ്റക്ക് സഞ്ചരിക്കരുത്. ഇല്ലാ മഅദി മഹ്റമിൻ, അവളുടെ കൂടെ അവളോട് വിവാഹബന്ധം ഹറാമായ ബാപ്പയോ അല്ലെങ്കിൽ അവളുടെ പ്രിയപ്പെട്ട ഭർത്താവോ അല്ലെങ്കിൽ അവളുടെ മക്കളോ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ അവരുടെ ആൺമക്കളോ ആരെങ്കിലൊക്കെ ഒരാൾ കൂടെ ഉണ്ടായിട്ട്, അല്ലെങ്കിൽ വിശ്വസ്തരായ സ്ത്രീകളെങ്കിലും കൂടെയില്ലാതെ പെൺകുട്ടികൾ സഞ്ചരിക്കരുത്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് അതിന്റെ സങ്കടകരമായ അതിന്റെ വാർത്താ റിപ്പോർട്ടുകളിലെ മ്ലാനത മറക്കാൻ മുഖത്ത് മുണ്ടിട്ട് നടക്കുന്ന ഒരു സമയത്ത് നമ്മൾ ഇതിനെ കുറിച്ച് പറയുമ്പോൾ എന്റെ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന സംവിധാനം നിലവിലുണ്ട് എന്നാ പറഞ്ഞത്. എവിടെ? സിനിമാ മേഖലയിൽ. ഏതാണ് ഈ സിനിമാ മേഖല? ഇവിടെയുള്ള പ്രവർത്തകരൊക്കെ ലോകത്തെ ഏറ്റവും ഒരു പെണ്ണിനെ നേടിയെടുക്കാവുന്ന, രണ്ട് കാലിൽ നിൽക്കാവുന്ന ഏറ്റവും മനോഹരമായ ഇടം. കാരണം പ്രശസ്തിക്ക് പ്രശസ്തി, പണത്തിന് പണം, എല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന മേഖലയാണ് സിനിമാ മേഖല എന്ന് പരിചയപ്പെടുത്തിയ സിനിമാ മേഖലയുടെ ഉള്ളറകളിലെ കഥകളാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷനിലൂടെ പുറത്തേക്ക് വന്നത്. എന്തായിരുന്നു അത്? രാത്രികാലങ്ങളിൽ നടിമാരെ ശാരീരികമായി ഉപയോഗപ്പെടുത്തുന്ന അവിടുത്തെ സംവിധായകന്മാർ, അവിടുത്തെ നടന്മാർ, ഞാൻ അവരൊന്നും കുറ്റപ്പെടുത്തില്ല, അല്ലെങ്കിൽ അതിനവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊരു സംവിധാനത്തിന്റെ ഉള്ളറകളിലെ കഥകൾ. നമ്മൾ ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കില്ല, പക്ഷെ ആ ഉള്ളറയിലെ കഥകൾ നമ്മളെ ഞെട്ടിക്കുന്നത്. അങ്ങനെയൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നറിയുമ്പോൾ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹബീബായ നബി തങ്ങൾ വെച്ച രണ്ടാമത്തെ മാനദണ്ഡമാണ്. ലാ തുസാഫിറന്നൽ മർഅതു വഹദഹാ, പെണ്ണ് ഒറ്റക്ക് സഞ്ചരിക്കരുത്. ഇല്ലാ മഅദി മഹ്റമിൻ, അവൾക്ക് വിവാഹബന്ധം ഹറാമായവരോട് കൂടെ അല്ലെങ്കിൽ ആരെയെങ്കിലും ഒരു തുണയില്ലാതെ ഒറ്റക്ക് നടക്കരുത്. നിങ്ങൾ ആലോചിക്കണേ, ഹേമ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഒരു ഭാഗത്ത് എഴുതപ്പെട്ടത് പല നടിമാരും ഈ അക്രമങ്ങളിൽ നിന്ന്, ലൈംഗികമായ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അമ്മയെ കൂട്ടിയിട്ടോ അച്ഛനെ കൂട്ടിയിട്ടോ സൈറ്റിലേക്ക് കടന്നു പോകലാണെന്നാണ്. എങ്ങനെ? സ്വന്തം അമ്മയെയോ അച്ഛനെയോ കൂടെ കൂട്ടിയിട്ട് സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സൈറ്റിലേക്ക് ഒറ്റക്ക് കടന്നു പോകാതെ ബാപ്പയോ ഉമ്മയോ കൂടെ കൂട്ടിയിട്ട് സഞ്ചരിക്കാനുള്ളതാ വഴി. സത്യല്ലേ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്? ലാ തുസാഫിറന്നൽ മർഅതു വഹദഹാ, പെണ്ണുങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ഒറ്റക്ക് സഞ്ചരിക്കരുത്. ഏറ്റവും മനോഹരമായ ഒരു രാജ്യം മദീന എന്ന് പറയുന്ന മനോഹരമായ സാമ്രാജ്യത്തെ പടുത്തുയർത്തപ്പെടുന്നതിന്റെ മുമ്പ് ഹിറായിൽ നിന്ന് അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന ഒരു രംഗമുണ്ട് നബി തങ്ങളുടെ മുമ്പിൽ. അപ്പൊ നബി തങ്ങൾ പറയുന്നുണ്ട് അദീ ഇബ്നു ഹാത്തിമിനോട്, ഹാത്തിമു ത്വായി എന്ന ധർമ്മിഷ്ഠന്റെ മകനെ അദീയേ, ലഇൻ ത്വാല ബിക സമാൻ, അദിയെ നിനക്ക് കാണാം, ഞാനിത് വെറുതെ പറയില്ല, ഒരൽപ്പ കൂടെ കാലം കൂടി താമസിക്കാൻ അല്ലാഹു നിനക്ക് ആയുസ് തന്നാൽ ലതറല്ലഈന, പെൺകുട്ടികൾ സഞ്ചരിക്കുന്നത്, യാത്രാ സംഘങ്ങളിൽ പെൺകുട്ടികൾ സഞ്ചരിക്കുന്നത് കാണാം. മിൻ സ്വൻആ മുതൽ, മിൻ ഹീറ മുതൽ ഇലൽ കഅബ, വിശുദ്ധമായ മക്ക വരെ. കഅബാലയത്തിന്റെ അടുത്തേക്ക് മക്കയിൽ ഹീറയിൽ നിന്ന് കഅബയിലേക്ക് കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ട് വഴിയിൽ ഒരാളെയും ഭയപ്പെടാതെ ഒരു പെൺകുട്ടിക്ക് ഹജ്ജ് ചെയ്ത് മടങ്ങി പോകാവുന്ന കാലം അതിവിദൂരമല്ലെന്ന് ഹബീബായ നബി തങ്ങൾ കണ്ട ഒരു മനോഹരമായ സാമ്രാജ്യത്തിന്റെ സ്വപ്നം ഉണ്ടായിരുന്നു.
ഒരു പെൺകുട്ടി പരിപൂർണയായി സുരക്ഷിതയാകുന്ന ഒരിടമാണ് ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്നത്. ഇസ്ലാം കൽപ്പിച്ചത് അങ്ങനെയാണ്. പെൺകുട്ടി വേദനിപ്പിക്കപ്പെടാൻ പാടില്ല. ഇവരെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പരസ്യ പലകയിലേക്കാണ് ആധുനികത, പോസ്റ്റ് മോഡേണിസം അവരെ ഒബ്ജക്റ്റീവുകളായി കാണാൻ തുടങ്ങി. അവരെ സ്ത്രീകളെ പരസ്യ പലകയിൽ എന്തേ നമ്മളിങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ നഗ്നയായ പെണ്ണിന്റെ ഫോട്ടോ എന്തിന്റെ പരസ്യ? വാഷിംഗ് മെഷീന്റെ പരസ്യം. വാഷിംഗ് മെഷീനും സ്ത്രീയും തമ്മിൽ എന്താ ബന്ധം? അപ്പുറത്തെ ബോർഡിലേക്ക് നോക്കിയാൽ തുണി അടിച്ചിട്ട് മറ്റൊരു പെണ്ണിന്റെ ഫോട്ടോ കൊടുക്കുക. എന്തിനാണ്? ഒരു കാറിന്റെ പരസ്യം. കാറും പെണ്ണും തമ്മിൽ എന്താ ബന്ധം? പരസ്യ പലകയിൽ വിറ്റഴിക്കാനല്ലേ സ്ത്രീയുടെ നഗ്നമേനിയെ ഇവർ ഉപയോഗപ്പെടുത്തിയത്? എന്നിട്ട് പറയാം ഞങ്ങൾ സ്ത്രീയെ പുരുഷനെ പോലെ ഒരേ തലത്തിലേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ സംഭവിക്കാൻ അങ്ങനെ ഇല്ലല്ലോ. അത് ഒരിടത്തും നടപ്പിലാക്കാൻ കഴിയുന്നുമില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പഠിച്ചപ്പോ വഖലഖൽ ദക്കറ വൽ ഉൻസ ഇന്ന സഅയകും ലശത്താ, നിങ്ങളുടെ ഡ്യൂട്ടി ഡിഫറന്റ് ആണ്. രണ്ടുപേരെയും രണ്ട് രൂപത്തിലാണ് അല്ലാഹു പഠിച്ചത്. ആണിനെ പോലെയല്ല പെണ്ണ്, പെണ്ണിനെ പോലെയല്ല ആണ്. രണ്ട് രൂപത്തിൽ. അങ്ങോട്ട് രണ്ടുപേർക്കും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ വളരെ മനോഹരമായി വിശുദ്ധമായ ദീൻ അടയാളപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്. അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയാനുള്ള. എന്നാലോ ഇസ്ലാം അതിൽ ഇടപെട്ട ഒരു രൂപം നോക്കൂ നിങ്ങൾ. ആണിനെയോ പെണ്ണിനെയോ വേർതിരിച്ച് കാണാൻ പാടില്ല. ഇസ്ലാം പറയാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഇരിക്കാൻ അതാ ഒരു ആൺകുഞ്ഞ് ഓടി ഇങ്ങനെ വരുന്നു നബി തങ്ങളുടെ മജ്ലിസിലേക്ക്. അപ്പൊ മജ്ലിസിലുള്ള ഒരു സഹാബിയെ, ഒരു ബാപ്പയാണ്, ആ ഉപ്പയുടെ അടുത്തേക്ക് ആ കുട്ടി ഓടി വന്നിട്ട് ഉപ്പച്ചിയെ എന്ന് പറഞ്ഞിട്ടാണ് വന്നപ്പോൾ ആ പിതാവ് ആ കുഞ്ഞിനെ എടുത്തിട്ട് തന്റെ കാലിന്റെ തുടയിൽ ഇങ്ങനെ കയറ്റിയിരുത്തി. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഒരു ചെറിയ പെൺകുഞ്ഞ് ഓടി വരാൻ, ഉപ്പച്ചിന്ന് വിളിച്ചിട്ട് ഒരു പെൺകുഞ്ഞ് ഓടി വരാൻ. ഓടി വന്നപ്പോ ആ പെൺകുട്ടിയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് ആ പിതാവ് എന്ത് ചെയ്തു? ആ പെൺകുട്ടി എടുത്തിട്ട് നിലത്ത് വെച്ചു. നബി തങ്ങൾ പറഞ്ഞു, ഇൻ അദൽത, ഇത് നീതിയല്ല, ഇത് നീതിയല്ല. ആൺകുഞ്ഞിനെ പിടിച്ച് മടിയിലിരുത്തിയതും പെൺകുട്ടിയെ ഇരുത്തി താഴെ ഇരുത്തിയതും നീതിയല്ല. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദൽ, നിങ്ങളോട് നീതി ചെയ്യാൻ അല്ലാഹു കൽപ്പിക്കുന്നുണ്ട്. ഒന്നുകിൽ ആ ആൺകുഞ്ഞിനെ കൂടി താഴെ ഇരുത്തണം, അല്ലെങ്കിൽ ആ പെൺകുഞ്ഞിനെ എടുത്ത് മടിയിലിരുത്തണം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. നബിതങ്ങളുടെ ജീവിതത്തിലെ ഖദീജ ബീവിയെ കല്യാണം കഴിച്ചു 25-ാമത്തെ വയസ്സിൽ. ആദ്യം ജനിച്ചത് ഒരു ആൺകുട്ടിയായിരുന്നു, ഖാസിം. ആ കുട്ടി മരിച്ചു. ആ കുട്ടി വളരെ പെട്ടെന്ന് മരിച്ചുപോയി. പിന്നെയാണ് സൈനബ്, പെൺകുട്ടിയാണ്. റുഖയ്യ, പെൺകുട്ടിയാണ്. ഉമ്മു കുൽസൂം, പെൺകുട്ടിയാണ്. 3 പെൺകുട്ടികൾ ആ കുടുംബത്തിൽ തുടരെ ജനിച്ചു. ഏതാണ് ഈ കാലം? ലൗ ബുശ്ശിറ അഹദുഹും വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി. പെൺകുഞ്ഞ് ജനിച്ചു എന്ന് പറഞ്ഞാൽ വേഗം ഒരു കുഴി കുത്താൻ വേണ്ടിയിട്ട് പിക്കാസ് എടുത്ത് ഓടിയിരുന്ന ബാപ്പ ജീവിച്ചിരുന്ന കാലം എന്ന് ഞാനല്ല, ഖുർആൻ പറഞ്ഞതാണ്. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ, പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് അപമാനമായി കണ്ട കാലത്താണ് ഒരു പിതാവിന് ആദ്യം ജനിച്ച ആൺകുഞ്ഞ് മരിച്ചു, ഖാസിം. പിന്നെ ജനിക്കുന്നത് സൈനബ്, ആ പെൺകുട്ടിയാണ്. റുഖയ്യ, പെൺകുട്ടിയാണ്. ഉമ്മു കുൽസൂം, പെൺകുട്ടിയാണ്. 3 പെൺകുട്ടികൾ ജനിച്ചു. ആ കുടുംബം തന്നെ ആഗ്രഹിച്ചു കാണില്ലേ, ഇനിയെങ്കിലും മുഹമ്മദ് നബിക്ക് ഒരു ആൺകുഞ്ഞ് ജനിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബമോ ഖദീജ ബീവിയോ ഒക്കെ ആഗ്രഹിച്ചിരിക്കാം, പടച്ചോനെ ഇനിയെങ്കിലും ഒരു ആൺതരി പിറക്കണേ. അങ്ങനെ ഖദീജ ബീവി ഗർഭിണിയായി, എല്ലാവരും കാത്തിരിപ്പാൻ. പടച്ചോനെ ഇനിയെങ്കിലും ഖദീജക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നു വീഴുമെന്ന് കാത്തിരിക്കുമ്പോഴാണ് 4ാമതും ആ കുടുംബത്തിലേക്ക് ഒരു പെൺകുട്ടി പിറന്നു വീണത്. ചിലരൊക്കെ ആ വാർത്ത പറയുമ്പോ സങ്കടത്തിലാണ്. മുഹമ്മദ് നബിയെ ജനിച്ചത് വീണ്ടും പെൺകുട്ടിയാണല്ലോ പറഞ്ഞു. സമ്മൈതുഹാ ഫാത്തിമ, അവളാണ് എന്റെ 4ാമത്തെ പെൺമകൾ, ഫാത്തിമത്തു സഹറ. ഫമൻ അഹബ്ബഹാ ഫഖദ് അഹബ്ബനി, എന്റെ ഫാത്തിമാനോട് ഇഷ്ടമുള്ളവൻ എന്നോട് ഇഷ്ടമുള്ളവനാണ്. എന്റെ ഫാത്തിമാനോട് ഇഷ്ടപ്പെടാൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ ഈമാനിനെ അല്ലാഹുവിന്റെ റസൂൽ അടയാളപ്പെടുത്തിയത്. മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആർക്കും ജനിക്കരുത് എന്ന് ആഗ്രഹിച്ച പെൺകുട്ടി ജനിച്ചപ്പോ എന്റേതെന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ ആ പിതാവ് കാണിച്ച മനസ്സ്, ഒരു പക്ഷേ അതുകൊണ്ടുകൂടിയാകുമോ ഫാത്തിമത്തു സഹറ മുത്തനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു പോയത് എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്.
കാരണം ആ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോ ആരാ ആഗ്രഹിക്കുക? ഇനി ആ കുടുംബത്തിലേക്ക് വീണ്ടും ഒരു പെൺകുഞ്ഞ് ജനിക്കണമെന്ന് ആരും ആഗ്രഹിക്കാത്ത സമയത്താണ് ഫാത്തിമ ബീവി കടന്നു വരുന്നത്. മുഅ്മിനീങ്ങളെ, ഇസ്ലാം പെണ്ണിനെ വെച്ചത് ഏറ്റവും മനോഹരമായ ഇടത്താണ്. അവൾ ഒരിക്കലും ആക്രമിക്കപ്പെടാൻ പാടില്ല, പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. അതിനുള്ള വഴിയായി ഇസ്ലാം ഒന്ന് പറഞ്ഞത് വഖർന ഫീ ബുയൂതികുന്ന, വീടുകളിൽ നിങ്ങൾ അനാവശ്യമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നാണ്. രണ്ടാമത് പറഞ്ഞത്, ഇനി നിങ്ങൾ പുറത്തിറങ്ങുകയാണെങ്കിൽ വലാ തുസാഫിറന്നൽ മർഅതു ഇല്ലാ മഅദി മഹ്റമിൻ, അവളോടുകൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും പുരുഷന്മാർ, അവളോട് ബന്ധപ്പെട്ട അവളുടെ വിവാഹബന്ധം ഹറാമായവരോ അല്ലെങ്കിൽ അവളുടെ ഭർത്താവോ അവളെ അനുഗമിക്കട്ടെ. അതൊന്നുമില്ലെങ്കിൽ വിശ്വസ്തരായ സ്ത്രീകളെങ്കിലും അവരുടെ കൂടെ ഉണ്ടാവട്ടെ. മൂന്നാമത് പരിശുദ്ധമായ ദീൻ ഇടപെട്ടത് സാഹചര്യങ്ങളിലാണ്. ഒരാണും പെണ്ണും ഒറ്റക്കാകുന്ന ഒരു സാഹചര്യവും നിങ്ങൾ സൃഷ്ടിക്കരുത്. സാഹചര്യത്തിൽ ഇടപെടാൻ. ഇവിടെ നിന്ന് പഠിക്കാൻ പോകുന്ന മക്കള് എവിടെയാണ് ഹോസ്റ്റൽ റൂം എടുക്കുന്നത്? ഡൽഹിയിലെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റീഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഡൽഹിയിലൊക്കെ പഠിക്കാൻ പോകുന്ന, ഞാൻ അങ്ങനെ വിമർശിക്കാൻ വേണ്ടി പറയില്ല, യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ലേഡീസ് ഹോസ്റ്റലിന് ഫീ കൊടുക്കുന്നതിന് പകരം ആ ലേഡീസ് ഹോസ്റ്റലിൽ പറ്റൂല എന്ന് പറഞ്ഞത് അതിന്റെ പുറത്ത് വേറെ റൂം എടുത്ത് താമസിക്കാം. അന്യ പുരുഷന്മാരോട് കൂടെ താമസിക്കുന്ന കുട്ടികളുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന കുട്ടികളുണ്ട്. എന്താ പിതാക്കന്മാരുടെ ഉത്തരവാദിത്വം? അവിടെയാണ് സാഹചര്യങ്ങളെ സമീപിക്കാൻ ഇസ്ലാം. അങ്ങനെ ഒരു അപകടം ഉണ്ടാവരുത്. ഒരാളും പെണ്ണും ഒറ്റക്കാവുന്ന രംഗം ഉണ്ടാവരുത്. പരിശുദ്ധമായ ദീൻ അവിടെ ഇടപെട്ടു. പരിശുദ്ധമായ ദീൻ പറഞ്ഞു, ഇനി ഏതെങ്കിലും ഒരു പെണ്ണ് ഒരാളിനോട് സംസാരിക്കേണ്ട ഘട്ടം വന്നാൽ അവളുടെ സംസാരത്തിൽ ഒരിക്കൽ പോലും മൃദുലത കടന്നു വരാൻ പാടില്ല. ഒരു സ്നേഹത്തിന്റെ വാക്ക്. അവന് ഹൃദയത്തിൽ രോഗമുള്ള ഒരുപാട് ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഖുർആനാണ്. ഹൃദയത്തിൽ അസുഖമുള്ള ഒരുപാട് ആളുകളുണ്ട് എന്ന് മാത്രമല്ല, ഇസ്ലാം കാണുന്നത് ഏറ്റവും വലിയ അപകടമാണ് ഔറത്ത് എന്നാണ്. കാരണം എന്താ അറിയോ? ഔറത്ത് കാണപ്പെടുന്ന സമയം മനുഷ്യനിൽ അഡ്രിനാലിൻ ഗ്രന്ഥി വർക്ക് ചെയ്യും. ഒരാണ് ഹറാമ് കാണുമ്പോ, ലൈംഗികത കാണുമ്പോ, തുറന്നിട്ട അവയവങ്ങളെ കാണുമ്പോ അവനിലെ അഡ്രിനാലിൻ ഗ്രന്ഥി പ്രവർത്തിക്കും തന്നെയാണ്. ഡോപ്പമിൻ പ്രവർത്തിക്കും. അതുവഴി അവന് വൈകാരികമായ താല്പര്യങ്ങൾ ഉണ്ടാവും. അത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണമെന്ന് അവൻ ആഗ്രഹിക്കും. അതുകൊണ്ട് പരിശുദ്ധമായ ദീന് സൗന്ദര്യത്തെ തുറന്നിടരുത് എന്ന് പറഞ്ഞു. യാ നിസാ അൻ-നബി, പരിശുദ്ധമായ ദീന് പറഞ്ഞു അവരുടെ ജിൽബാബുകൾ അവർ താഴ്ത്തിയിടട്ടെ, ഹിജാബ് സ്വീകരിക്കുക. ദീന് പറഞ്ഞ പല മാനദണ്ഡങ്ങളാണ് മുഅ്മിനീങ്ങളെ. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ ഇതിനെ വായിക്കുമ്പോൾ, സമകാലിക സാഹചര്യങ്ങളിൽ നമ്മൾ ഇതിനെ വെച്ച് വായിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കോസ്മെറ്റിക്സ് ഇൻഡസ്ട്രി ലോകത്ത് ഏറ്റവും കൂടുതൽ പണമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പിതാക്കളൊന്ന് ആലോചിച്ചു. നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പണം ചെലവാകുന്നത് എന്തിനാ? ഒരു 3-4 പെൺമക്കൾ ഉണ്ടെങ്കിൽ അവരുടെ ബ്യൂട്ടിഫിക്കേഷൻ നിലനിർത്താൻ അവർക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന കോസ്മെറ്റിക്സിന്റെ വില 10,000-ൽ ഒതുങ്ങി നിൽക്കില്ല. എത്രയാ വില? എന്താണ് സൗന്ദര്യം? ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ പുട്ടി ഈസ് ബ്യൂട്ടി, അല്ലെങ്കിൽ ബ്യൂട്ടി ഈസ് പുട്ടി എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് മാറി. വൈറ്റടിക്കാൻ എല്ലാവരും സൗന്ദര്യം കൂടാൻ വേണ്ടിയിട്ട് കറുത്ത പെൺകുട്ടി വെളുത്തവളായിട്ടാണ് പുറത്തിറങ്ങുക. ഇതിന് എത്രയാ പൈസ ചെലവാക്കപ്പെടുന്നത്? ഇതാരുണ്ടാക്കിയ സംസ്കാരമാണ്? കാണിച്ചു കൊടുക്കൽ. അതേപോലെ കോസ്റ്റ്യൂമുകൾ, രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കപ്പെടുന്നത് കോസ്റ്റ്യൂമുകൾക്ക്. വെഡിങ് കോസ്റ്റ്യൂമുകളുടെ വില വായിച്ചാൽ 6,000, 10,000, 1,00,000 രൂപ വരെ. പെൺകുട്ടികൾ പറയാൻ 25,000-ന്റെ ബ്രൈഡൽ ഡ്രസ് ഇല്ലാതെ ഞാൻ ഇറങ്ങൂല. കോസ്റ്റ്യൂമുകളുടെ വിലപ്പെരുപ്പം നമ്മൾ അനുഭവിക്കുന്ന വേദനയാണത്. സൗന്ദര്യത്തെ പുറത്ത് കാണിക്കുക എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാക്കിയ കച്ചവട ഫ്രാഞ്ചൈസികൾ ഉണ്ടാക്കിയ തന്ത്രമാണ്. ഈ പെൺകുട്ടിയെ പരസ്യ പലകയിൽ കൊണ്ടുപോയി കെട്ടിയത് ഇസ്ലാം പറഞ്ഞത് അങ്ങനെയല്ല. അവൾ ഉമ്മയാണ്. അൽ ജന്നത്തു തഹ്ത ഖദാമിൽ ഉമ്മ. ഉമ്മയാകുമ്പോൾ അവളുടെ കാൽക്കീഴിൽ സ്വർഗമാണ്. പെങ്ങളാണെങ്കിലോ, നിന്റെ പെങ്ങളെ നീ ചെലവഴിച്ച് നോക്കിയാൽ ആ പെങ്ങൾ നാളെ നരകത്തിന്റെ മുമ്പിൽ. ചില പ്രവാസികൾ എന്നോട് പറയാൻ, ഉസ്താദേ, ഞാൻ ആകെ ഗൾഫ് പോയിട്ട് നടന്നത് എന്റെ 2 പെങ്ങന്മാരെ കെട്ടിച്ചു എന്നത്, വേറൊന്നുമില്ല. മോനെ സന്തോഷിക്കട, അബ്ശിരി, നീ സന്തോഷിക്കുമോനെ, അബ്ശിർ, നിനക്ക് സന്തോഷം. കാരണം എന്താ അറിയോ? കാലത്താലഹു സിതറം മിനന്നാർ. 2 പെങ്ങന്മാരെ ചെലവ് ഏതെങ്കിലും ഒരു സഹോദരൻ ഏറ്റെടുത്താൽ നബി തങ്ങൾ പറയാൻ, ആ 2 സഹോദരിമാർ നാളെ നരകത്തിന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് അള്ളാഹുവിനോട് പറയത്തില്ല, പഠിച്ചോനെ, എന്റെ ആങ്ങളെ നീ നരകത്ത് കൊണ്ടുപോവില്ല അള്ളാഹ് പറയുന്ന നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെൺമക്കളെ പോറ്റിയവന് സ്വർഗ്ഗമുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ആ ദീൻ അവരെ ബഹുമാനിക്കാൻ വേണ്ടി പഠിപ്പിച്ചത്. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.
കഴിഞ്ഞ ആഴ്ച നമ്മൾ